അത് ചങ്കാളെ ഇതാണത് നീരാളിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇതൊക്കെ സാധാരണ കോലുമ കയറ്റിയിട്ടുണ്ട്. ഇവിടെ മലേഷ്യയിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഷവർമയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നീരാളി റോസ്റ്റ് ഉണ്ടാക്കാനും വേണ്ടിയാണ്. പിന്നെ ഇതാ ഇവിടെ ചൈനക്കാരൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഹെൽത്തി ഫുഡ്സാണ് ഈ ഒരു ചക്ക. ഈ ചക്കയുടെ സ്മെല്ല് എന്ന് പറയുന്നത് കിലോമീറ്ററോളം ഇതിൻ്റെ ദുർഗന്ധം ഉണ്ടാവും. പിന്നെ ഒരു പച്ചക്കറി ഐറ്റംസ് പെട്ട സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന. ചിലതൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ പൊരിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. പിന്നെ നല്ല വലിയ കൊഞ്ച് കാണാം. പിന്നെ മീൻ ഐറ്റംസുകളൊക്കെയാണ്. പിന്നെ ഈ കാണുന്നത് ഇത് നമ്മൾ അടുത്തൊരു ദോശൻ്റെ ഒരു കട ഉണ്ടാണ്. ചാക്കിൻ്റെ ഒരു ദോശ കൈ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് കുനാഫ ബക്ലാവ. അറേബ്യൻ നാടുകളിൽ കാണുന്ന ഒരു വിഭവമാണ്. സ്വീറ്റ്സാണത്. പിന്നെ ഈ കാണുന്നത് പോർക്ക് മൈൻസ്, അതായത് പന്നി ഇറച്ചി കൊണ്ടുണ്ടാക്കിയ ചില ഐറ്റംസുകളൊക്കെയാണ്. ഹൈ ചങ്കാളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഫുഡ് സ്ട്രീറ്റിലെ വെറൈറ്റി കാഴ്ചകൾ കാണാൻ പോകാം നമുക്ക് വീഡിയോയിലുണ്ട്. ഞങ്ങൾ മലേഷ്യയിലേ ഇപ്പോൾ നൈറ്റത്തെ മാർക്കറ്റ് കാണാനും വേണ്ടി ഇറങ്ങിയതാണ്. അവിടുത്തെ രസങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി. മലേഷ്യയിലുള്ള നൈറ്റ് ഫുഡ് സ്ട്രീറ്റാണ് ഈ കാണുന്ന കാഴ്ച കേട്ടോ. വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും ടൗണിലേക്ക് ഇറങ്ങും ഭക്ഷണം കഴിക്കാനും പർച്ചേസിനും. അതുപോലെ തന്നെ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നൈറ്റിൽ ഇറങ്ങുന്നത്. ഇതാണ് മീനാണ് ഈ കാണുന്നത് കേട്ടോ. മീൻ നമ്മുടെ നാട്ടിൽ കാണാത്ത തരം മീനുകളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ കുറേ പൊരി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനിൻ്റെ വെറൈറ്റി ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 12 ഇങ്കറ്റ് 6 ഇങ്കറ്റ് അതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് കാണുന്നത്. സ്ക്വൈഡ് ഫ്ലവർ, ചാർ സ്യൂ ചിക്കൻ, തായ് ചിക്കൻ ഷവർമ എന്ന ഐറ്റംസാണ് കാണുന്നത്. പിന്നെ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? നീരാളി കുഞ്ഞിൻ്റെ ചെറിയ അതിൻ്റെ കാലും അതിൻ്റെ ഉടലുകളൊക്കെ കോലുമ്മ തറച്ചേക്കണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് കുത്തി വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാനും അതേമാതിരി പൊരിച്ചെടുക്കാനും എന്ത് ഐറ്റംസാണ് വേണ്ടത്, ചൈനക്കാർ എന്തൊക്കെ ഐറ്റംസ് വേണം അതുപോലൊക്കെ അവർ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ നീരാളിൻ്റെ കുഞ്ഞുങ്ങൾ പെട്ട സംഭവമാണത്. നമ്മൾ വേണ്ടത് ഏകദേശം നോക്കിയിട്ട് അവരത് നമുക്ക് വേണ്ട പോലെ അപ്പോൾ ഫ്രഷ് ഐറ്റം ഒക്കെ റോസ്റ്റ് ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മുടെ തരും പതിവ്. കണ്ടില്ലേ, ഏമാൻ അവിടെ കല്ലുമ്മ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ പൊറാട്ട ഐറ്റംസ് പെട്ട സാധനങ്ങളാണ്. പൊറാട്ട ഐറ്റംസ് പെട്ട സാധനങ്ങളായി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റംസ് കാണാം. നല്ല ഭദ്രമായിട്ട് പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. മാംഗോ അതുപോലെ കണ്ടില്ല, ഇവിടുത്തെ മാംഗോൻ്റെ ഒരു വലിപ്പം കണ്ടങ്ങൾ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ചൈനക്കാരൊക്കെ എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട്സിൽ പെട്ട ഒരു സാധനമാണത്. ഈ ഫ്രൂട്ട്സ് ഐറ്റംസിൽ പെട്ട ഇതിൻ്റെ പേരാണ്, ഈ ചക്കയുടെ പേരാണ് മുസാങ് കിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു തരം കയ്പും മധുരവും ചേർന്ന ഒരു ടേസ്റ്റാണ് ഈ ഫ്രൂട്ട്സിനുള്ളത്. നമ്മൾ മലയാളികൾ കഴിച്ചിട്ടൊക്കെ ചില ആൾക്കാർക്ക് ഛർദ്ദിച്ചു പോയി, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഒരു വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണത്. മലേഷ്യയിലും സിംഗപ്പൂരിലും വളരെ പ്രചാരമുള്ള ഒരു ദുരിയാൻ ഇനത്തിൽപ്പെട്ട ഫ്രൂട്ട്സ് ഐറ്റംസാണ് ഈ പഴം. ചിക്കൻ പോപ്കോൺ, ചിക്കൻ സ്കിന്ന്, ക്രിസ്പി ഫിഷ് സ്കിൻ, കീസ് സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ചോക്ലേറ്റ് ഐറ്റംസുകളൊക്കെയാണ് കാണുന്നത്. ചെറിയ ലോലിപ്പ് മുട്ടായി പോലത്തെ അങ്ങനത്തെ. പിന്നെ ഇതാണ് മക്കളെ കാഴ്ച. ഒരു ആടിന് തലണ് കട്ട് ചെയ്തിട്ട് അതിനെ നേരെ കമ്പിയിൽ കൊടുത്തിട്ട് വട്ടം കറക്കണം നമ്മൾ പണ്ടാരി. അതിനെ ചൂടാനുള്ള പരിപാടിയാണ്. പണ്ടാരി നല്ല കറക്കലാണ്. സാധാരണ നമ്മൾ കോൺക്രീറ്റിൻ്റെ മെഷീനിലൊക്കെ ആ ഒരു തിരിക്കണൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളൂ. കണ്ടില്ലേ, ഒരു ആടിനെ എടുത്ത് കറക്കണത്. ആട് ചുട്ടത് ഐറ്റംസൊക്കെയാണ്. ചൈനക്കാർക്കും അതുപോലെ തന്നെ മലയക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ മട്ടൺ അൽഫാം. പിന്നെ ഇത് ചെറിയൊരു കൂൾ ബാറാണ്. നമ്മുടെ നാട്ടിലത്തൊക്കെ വലിയ കൂൾ ബാർ എന്നല്ല, ചെറിയ തട്ടുകടായിട്ടുള്ള കൂൾ ബാറാണ്. ഡ്രാഗൺ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ അനാറ്, അതുപോലെ ബത്തക്ക, പൈനാപ്പിൾ, മാങ്ങ അതൊക്കെ ജ്യൂസ് അടിച്ചുകൊണ്ട് ക്ലാസ്സിലിങ്ങനെ കാണാം. ഇത് ശരിക്കും ഒരു റോഡാണ്. ഇത് റോഡിലാണ് ഇത് ശരിക്കും ഇത് മേശയും കസേരയൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നത്. സാധാരണ കടയൊക്കെ കുറച്ച് അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ റോട്ടിൽ നൈറ്റായി കഴിഞ്ഞാൽ ടേബിളും കസേരയൊക്കെ ഇട്ടുകൊണ്ട് നേരെ നിരത്തി വിടും. സാധാരണ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഏതായാലും ആദ്യമായിട്ട് കാണുന്ന കാഴ്ച നമുക്ക് നല്ലൊരു അനുഭവമായിട്ടോ. മലേഷ്യയിൽ വരുമ്പോൾ എന്തായാലും നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റ് കാണാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ ഈ തെരുവിൽ ഇതാ ഒരുത്തൻ ഗിത്താർ പിടിച്ച് നല്ല പാട്ട് പാടുന്നുണ്ട്. നല്ല രസമുള്ള പാട്ടാണ്, ഇംഗ്ലീഷായിട്ടൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട്.
അപ്പോൾ അതിൽ ആൾക്കാരൊക്കെ അതിൽ പൈസ നിക്ഷേപിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നല്ലൊരു റീച്ച് ഒരു പിച്ചക്കാരത്തിനെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 1-2 പിച്ചക്കാരെ കണ്ടിട്ടുള്ളൂ. ഇതാണ് ആ പിച്ചക്കാരത്തി. അയ്യോ, മലേഷ്യ വന്നിട്ട് ഭിക്ഷാടകർ ഇല്ല എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ സംശയം നമുക്ക് തീർന്നിട്ടിട്ടോ. പിന്നെ ഇവിടെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഫ്രഷ് നല്ല ജ്യൂസൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുൽക്ക് സർബത്തിനൊക്കെ പോലെ ആണ് എന്ന് കരുതേണ്ട, കുൽക്ക് സർബത്തല്ല. പിന്നെ കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ മാങ്ങ. നല്ല വലിപ്പം ഇട്ട് ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല. ഇത് അടുത്ത് കാണുകയാണെങ്കിൽ നമ്മളൊരു കർമൂസല്ലേ, കർമ്മത്തി എന്നൊക്കെ പറയും നമ്മളെ മലപ്പുറം ഭാഷയിലൊക്കെ. അപ്പോൾ ഏകദേശം അത്രയ്ക്ക് വലിപ്പമുണ്ട്. പിന്നെ അത് കണ്ടില്ല, നല്ല പഴം, ചെറുപഴം ഉണ്ട്, നേന്ത്രപ്പഴം, അതുപോലെ മൈസൂർ പഴമൊക്കെ ഉണ്ട്. അത് പിന്നെ ഇവിടെ നാട്ടിൽ പോയാലും നമുക്കത് സാധനം കിട്ടും, നമുക്ക് വിശ്വസിച്ച് വാങ്ങി തിന്നാം. നമ്മുടെ നാട്ടിലത്തെ പോലെ വിഷമുണ്ട് എന്നുള്ള വെറുതെ ഉത്തരം കണ്ട. പിന്നെ അത് കണ്ടില്ല, നല്ല വലിപ്പമുള്ള റംബുട്ടാനാണ് കേട്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കിങ് ബുറാങ് എന്ന് പറഞ്ഞ ആ ഒരു പഴത്തിൻ്റെ ചുള എടുത്തിട്ട് പാക്കറ്റാക്കി വെച്ചേക്കുന്നത്. ഇത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വേറെ വെറൈറ്റി ഒരു സംഭവം കാണിച്ചു തരാം. ഇത് നമ്മൾ അറേബ്യൻ നാടുകൾ കാണുന്ന ഒരു തരം ഒരു സ്വീറ്റ്സാണ്, ബേക്കറി ഐറ്റംസുകളൊക്കെയാണ്. പേരറിയുന്നതും അറിയാത്തതുമായ പല ഐറ്റംസുകളെ കാണാം. നമുക്കിത് എങ്ങനെ നോക്കിയാലും കുറേ കളറുകൾ കാണാം, നല്ല രസമുണ്ട് കാണാം. അൽമറീനെ അടുക്കി വെച്ച് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു മഞ്ഞയും അതുപോലെ ഈ പച്ചയുമൊക്കെ കണ്ട ഒരു കൃഷിയിടം പോലെ, നമ്മൾ പഞ്ചാബിലൊക്കെ ചെന്നാൽ കാണാം അതുപോലെ നല്ല രസമുള്ള ഒരു കൃഷി സ്ഥലം മാതിരി തോണ്ട് കണ്ടാൽ ചൈന തോണി കിട്ടോ. ഫുഡാണ്, അപ്പോൾ അത് ഞാൻ കുറ്റം പറയില്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു കുനാഫ ബക്കാവ എന്ന് പറയുന്ന ആ സാധനം, ഒരു ക്രീം ഐറ്റംസാണ് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പുറമെ അങ്ങനെ ഒരു കുറച്ച് സേമിയനും അതുപോലെ മറ്റുള്ള കുറച്ച് രാസപദാർത്ഥങ്ങളൊക്കെ ഇട്ട് കാണുന്ന ഒരു സംഭവമാണത്. ആദ്യമായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത്. ഗൾഫ് നാടുകളൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനമാണ്. പിന്നെ ഈ കാണുന്ന സാധനം ഗാവ ബറാത്ത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ, നാട്ടിൽ കിണ്ടിനെ പോലെയൊക്കെ ഉണ്ട് കാണുമ്പോൾ. അതുകൂടാതെ പിന്നെ നല്ല കൂൾ ഡ്രിങ്ക്സൊക്കെ കാണാം, ഹലാലും ഹറാമും ഒക്കെ ഉള്ളതായിട്ടുള്ള കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കാണാം. ഓർഡർ ചെയ്ത കുനാഫ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. നല്ലൊരു രസമുള്ളൊരു പാക്കറ്റൊക്കെ നമ്മൾ പാർസൽ പോയി തന്നത്. അങ്ങനെ നമ്മൾ 4-5 പീസ് സാധനം നമ്മൾ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. ഇത് ഏകദേശം സ്പൂണോടൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്രീമാണ്. കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു വെറൈറ്റി കാഴ്ച എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ഐറ്റംസാണ്. നമ്മളെ കോളിഫ്ലവറിൻ്റെ ഒക്കെ ആ ഒരു ഇലയും അതുപോലെ തന്നെ കൂണ്, പിന്നെ അതുപോലെ വെണ്ട, വഴുതന, കിഴങ്ങ്, കമ്പം, വെജിറ്റബിൾസിൻ്റെ ഐറ്റംസും ചുട്ടിട്ടും പൊരിച്ചിട്ടൊക്കെ കഴിക്കണ ഓരോ ഐറ്റംസാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതാ വലിയ കൊഞ്ച് കാണാം, നമ്മളെ ചെമ്മീൻ കൊഞ്ചാണെന്ന് തോന്നുന്നത്. പിന്നെ മീൻ ഏകദേശം 20 ഇങ്കറ്റൊക്കെയാണ് കാണുന്നത്. ഇനി ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പോരാ, ഇതാ പോരുന്ന നടന്നു പോകുന്ന സമയത്ത് ഇതാ ഒരു ഹോട്ടലിൽ ഒരു പെണ്ണുണ്ട്, 2 ആൾക്കാർ അങ്ങനെ ഏറ്റി നടക്കണം. അതെന്താ സംഗതി അറിയോ? ദോശയാണത്, ഏക്ക് ബട ദോശ. ഇങ്ങനെ ഏറ്റി പിടിച്ച് നിൽക്കണം. അപ്പോൾ എന്താ ഇപ്പോൾ സംഗതി എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. അപ്പോൾ ഒരു അലാക്കിൻ്റെ ദോശ. അങ്ങനെ മലേഷ്യ വന്നിട്ട് വലിയ ദോശയും കണ്ടു. പിന്നെ ഈ കാണുന്നൊക്കെ ഇവിടെ ഈ ഒരു ഏരിയയൊക്കെ ബാറിൻ്റെ ഏരിയ ആണ്. നൈറ്റായ ഡാൻസൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അടിച്ച് പൂസായി കുത്തിറക്കാനൊക്കെ ഉള്ള ഭാഗമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം. മലേഷ്യയിൽ വന്ന അതൊക്കെ ഇവിടെ റോഡ് സൈഡിൽ കാണാം. ഈ ബാറൊക്കെ ഈ ബുക്കിറ്റ് പിന്താങ് പറയുന്ന ഈ ഒരു ടൗണിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ഒക്കെ അടുത്ത് തന്നെയാണ് ഈ കാണുന്നത്. ഒരുപാട് ഹോട്ടലുകൾ അതുപോലെ ബാറുകളൊക്കെ കാണാം. ബാറിൻ്റെ ഏരിയകളാണ്, ഡാൻസ് ബാറാണ്. നേരം നൈറ്റായ ഇറങ്ങും, ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ലവറായിട്ടും എല്ലാ ആളുകളും ഇറങ്ങിയിട്ട് ഇവിടെ അറുമാദിക്കുന്ന ഒരു ഏരിയ ആണത്.
ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അതുപോലെ തന്നെ മസാജ് സെൻ്ററുകളൊക്കെ കാണാം. അവിടെ ഒരുപാട് മസാജ് സെൻ്ററുകളൊക്കെ ഉണ്ട്. കാല് മസാജ് ഇട്ടിട്ടും ഫുൾ ബോഡി മസാജിങ്ങും അതിനൊക്കെ നല്ല പൈസയുണ്ട്. അപ്പോൾ ഈ ടൗണിൽ കൂടി ഞങ്ങളിങ്ങനെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാണ്. ഒരു മനുഷ്യന് സ്വയം നശിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ആ ഒരു ആഗ്രഹം നിറവേറും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബാറാണെങ്കിൽ ഒരു ബീറേജൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കുറേ ആൾക്കാർ വെള്ളം അടിച്ചും വാളച്ചിട്ടൊക്കെ അവിടെ വീണെടുക്കുന്നൊക്കെ കാണാം. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒരു കച്ചറയോ കാര്യങ്ങളോ അങ്ങനത്തെ ഏരിയ അങ്ങനെയൊന്നുമില്ല. പോലീസുകാരൊന്നും അവിടെ വന്ന് പ്രശ്നങ്ങൾ തീർക്കുന്ന അവസ്ഥകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ആളുകൾ അവർ ചെയ്യുന്നുണ്ടെങ്കിലും തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും അവരൊക്കെ അവരവരെ ജോലിയായിട്ട് അങ്ങനെ പോകും. നമ്മളവിടെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. ലൈഫ് അടിച്ചു പൊളിച്ചാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ മലേഷ്യ കേട്ടോ. ഫുഡ് സ്ട്രീറ്റത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അവിടെ ഒരു മെയിൻ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ബുക്കിറ്റ് ബിൻതാങ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ട്. സിഗ്നൽ ജംഗ്ഷനാണ്. ഏകദേശം ഒരു 500-600 ആളുകളൊക്കെ അവിടുന്ന് ക്രോസ് ചെയ്യണ ഒരു കാഴ്ച കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണത്. ഇത് ആളുകൾ ലെവൽ ക്രോസ് മുറിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഓരോ 2 മിനിറ്റ് ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നൊക്കെ ഒരു കാഴ്ച കാണാം. അത് ഇവിടെ വന്നാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ അത് അവിടെ നല്ലൊരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഡെയിലി അവിടെ നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്ത് അവിടെ ഡാൻസും പാട്ടായിട്ടൊക്കെ ഇങ്ങനെ അവർ ലൈഫ് എൻജോയ് ചെയ്യാണ്. ഫുഡ് സ്ട്രീറ്റ് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മലേഷ്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഉസ്മാൻ ചെലൂർ എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മലേഷ്യയിലെ മറ്റു കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.